ഹരി ഓം. ശ്രീമദ് ഭാഗവതം 13-ാം അധ്യായത്തിൽ തുടരുന്നു. 7-ാം സ്കന്ധത്തിലെ 13-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതൽ ആധ്യാത്മികാദിഭിർ ദുഃഖൈർ അവിമുക്തസ്യ കരിഹിചിത് മർത്യസ്യ കൃച്ഛ്നോപനതൈർ അർദ്ധൈകാമൈ പ്രതിക്രിയേത കിം ആധ്യാത്മികാദിഭിർ ദുഃഖൈർ അങ്ങനെ പറ്റി നിർത്തുക. പിന്നെ അവിമുക്തസ്യ കരിഹിചിത് മർത്യസ്യ കൃച്ഛ്രോപനതൈർ കൃച്ഛ്രോപനതൈ എന്നാണ് വാക്ക്. കൃച്ഛ്രോപനതൈ അർദ്ധൈ കാമൈ ക്രിയേത കിം. ഈ കർമ്മങ്ങൾ, നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നത് അതിന് ഫലം തരുന്നു എന്ന് വന്നു കഴിയുമ്പോൾ ആ പ്രയോജനത്തിന് അവകാശമില്ലെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനം, ആ ഫലം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് ആണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നല്ലൊരു വേദാന്ത ചിന്തയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ വാക്യാർത്ഥം മാത്രം എടുക്കാം. അതിനെക്കുറിച്ച് ഉള്ളിലോട്ട് കടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇങ്ങനെ 3 ദുഃഖങ്ങളാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മൾ ദുഃഖം 3 തരത്തിലുള്ള ദുഃഖങ്ങൾ: ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഒരു സമയത്തും നമ്മൾ വിട്ടുപിരിയാതെ ഇരിക്കുന്നത് കൊണ്ട് മരിക്കുന്ന സ്വഭാവമാണല്ലോ എല്ലാ ജീവനുകൾക്കും ഉള്ളത്. ജീവൻ ഉള്ളതിനെല്ലാം മരണമുണ്ട്. അപ്പോൾ ഇല്ല എന്നുള്ളൊരവസ്ഥ വരും. ആ ജീവൻ ഇല്ല എന്നുള്ളൊരവസ്ഥ വരും ജീവനുള്ളതിനൊക്കെ. അങ്ങനെ ആ ജീവനുള്ള ആ ജീവൻ, ആ ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തി, ആ പുരുഷൻ ക്ലേശിച്ച് സമ്പാദിക്കുന്ന ധനങ്ങളും എന്ത് തന്നെ നേടിയാലും, ധനം എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പൈസ ആയിട്ടൊന്നുമല്ല, ഏതെങ്കിലും രീതിയിലുള്ള അതിൻ്റെ ഫലം അത് ശേഖരിച്ചപ്പെട്ട് വെച്ചാൽ, അത് സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ എന്താ പ്രയോജനം? അത് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? അത് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആർജിക്കുന്ന എന്താണെങ്കിലും, വിദ്യയാണെങ്കിൽ വിദ്യ, അറിവാണെങ്കിൽ അറിവ്, അല്ല ധനമാണെങ്കിൽ ധനം, അതെന്തായിക്കോട്ടെ, നേടി വയ്ക്കുന്നത് അത് കൂട്ടി വെച്ചാൽ അതിനവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ആ കർമ്മഫലം, ആ സ്വന്തം ഒരു സംതൃപ്തി അല്ലെ ആത്മനിർവൃതി ഉണ്ടാകും. ഞാൻ ഇത്രയൊക്കെ നേടിയെന്ന് എൻ്റെ കണ്ണിൽ അത് കണ്ട് ഞാനിങ്ങനെ സന്തോഷിക്കുക. അതുകൊണ്ട് യാതൊരു പ്രയോജനവും വേറൊരാൾക്കുമില്ല, എനിക്കുമില്ല. അതെന്നാ കുറേ ധനമുണ്ടത് വിറ്റ് കാശാക്കി ഇടുവാണെങ്കിൽ, എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, ആ കാശ് കൊണ്ട് എന്തെങ്കിലും ഭോഗവസ്തുക്കൾ വാങ്ങിക്കുകയാണെങ്കിൽ കൂടി ഒരു തരത്തിൽ നോക്കിയാൽ ശരിയാണ്, നല്ലതാണ്. പക്ഷേ അതുപോലും ചെയ്യാതെ പണമായിട്ട് സൂക്ഷിച്ച് വെക്കുന്നവർ, അതുപോലെ വിദ്യ, അറിവ് അതായിട്ട് സൂക്ഷിച്ച് വെക്കുന്നവർ, അവർക്കെന്താ? അതുകൊണ്ട് ലോകർക്കുമില്ല, അവർക്കും പ്രയോജനമില്ല. അവർക്ക് പ്രത്യേകിച്ച് ജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജ്ഞാനം, അതായത് ആധ്യാത്മികമായ ജ്ഞാനം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ആ മോക്ഷപ്രാപ്തിക്കെങ്കിലും പറ്റും. കാരണം ജീവിത രീതികൾ ചിട്ടപ്പെടുത്താനെങ്കിലും പറ്റും. അതല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഒരു നേട്ടവുമില്ല. ആ ശരീരത്തിന് രോഗാവസ്ഥയിൽ അത് കീഴ്പ്പെട്ട് തീർന്നു പോയി. നമ്മൾ ആ ശരീരം ഇല്ലാതാകുന്നതോടുകൂടി ആ ധനം സമ്പാദിച്ചു വെച്ച ധനവും സമ്പാദിച്ചു വെച്ച ജ്ഞാനവും വെറുതെ ആയി. അത്രയേ ഉള്ളൂ. പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാം അജിതാത്മനാം ഭയാദലബ്ധി നിദ്രാണാം സർവതോഭിവിശങ്കിനാം സർവതോ അഭിവിശങ്കിത. അഭിവിശങ്കിനാം, സർവരിൽ നിന്നും ശങ്കിക്കുന്ന സ്വഭാവമുള്ളവരുമായി, എല്ലാ സംശയത്തോടു കൂടി കാണുന്നവരതാ. പശ്യാമി ധനിനാം ക്ലേശം, ഈ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ജയിക്കപ്പെടാത്ത മനസ്സോടു കൂടിയവരായിരിക്കും. ഭയാത് അലബ്ധനിന്, ഭയം ഹേതുവായിട്ട് നിദ്ര പോലും ഇല്ലാത്തവരായിരിക്കും. അഭിവിശങ്കിനാം, എല്ലാവരെയും സംശയദൃഷ്ടിയോടെ കാണുന്നവരായിരിക്കും. ആ ധനികൾക്ക് ക്ലേശം, ദുഃഖത്തെ ഞാനതിനകത്ത് ദുഃഖമാണ് കാണുന്നത്. വ്യക്തമായും ഞാനിങ്ങനെ പറയാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? ധനം കൂട്ടിവെച്ചവന്, സ്വാമിജി പറയുന്നതായിരുന്നു, കൂട്ടിവെച്ചവന് അത് എപ്പോഴും അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. അതെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലും കൂട്ടി വെച്ചിരിക്കുന്ന ധനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ലോക്കറിൽ കൊണ്ട് വെക്കും.
അത് കഴിഞ്ഞാലും പിന്നെ വേറൊരാളിൻ്റെ സമീപനം നമ്മളോട് സമീപിക്കുകയാണെങ്കിൽ എപ്പോഴും അവിടെ എന്താ ഉണ്ടാകുന്നത്? അത് ഒരു ശങ്കയാണ്, അയാൾ എന്തോ ഒരു സംശയമാണ്. അയാൾ എന്നെ തേടി വന്നിരിക്കുന്നത് എൻ്റെ ഈ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ ഈ ധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ആ സംശയമാണ്. അതുപോലെ ഇത് നഷ്ടപ്പെട്ടാലോ, ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് ഇത് മൊത്തം നഷ്ടപ്പെട്ടാലോ സർവ്വ ദുഃഖമായി, മൊത്തമായിട്ട് ദുഃഖമായി. ഇത് സൂക്ഷിക്കാനുള്ള ക്ലേശങ്ങൾ, ധനം സമ്പാദിക്കാനുള്ള ക്ലേശം ഒന്ന്, സമ്പാദിച്ചത് പോകാതിരിക്കാനായിട്ടത് സൂക്ഷിച്ചു വെക്കാനുള്ള ക്ലേശങ്ങൾ, ഇനി അഥവാ അത് നഷ്ടപ്പെട്ടാലുള്ള ദുഃഖം, അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇത്രയേ ഉള്ളൂ. പശ്യാമി ധനിനാം ക്ലേശം, അവരുടെ ആ ബുദ്ധിമുട്ട് ഓർത്ത് നോക്കിയ ധനികളുടെ ക്ലേശത്തിനെക്കുറിച്ച്. ലുബ്ധാനാം അജിതാത്മനാം ഭയത് അലബ്ധ നിദ്രാണ ഭയാത് അലബ്ധ നിദ്രാണാം, വായിക്കുന്നത് തെറ്റ് വരുന്നുണ്ട്. ഭയാത് അലബ്ധ നിദ്രാണാം, ഉറക്കവുമില്ല രാത്രിയിൽ. എന്നാൽ ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർത്ത് ആ ക്ലേശം മനസ്സിനെ പതിക്കുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. സർവതോഭി വിശങ്കിന രാജതശ്ചോരതശത്രോ സ്വജനാത് പശുഭക്ഷിതഃ അർദ്ധിഭ്യ കാലതസ്വസ്മാത് നിത്യം പ്രാണാർത്ഥവത് ഭയം. അത് ഒന്നുകൂടെ വായിക്കാം. രാജതശ്ചോരതശത്രോ സ്വജനാത് പശുഭക്ഷിത അർദ്ധിഭ്യ കാലതസ്വസ്മാൻ നിത്യം പ്രാണാർത്ഥവത് ഭയം. രാജതശ്ചോരതശത്രോ, രാജാവിൽ നിന്നും, കള്ളന്മാരിൽ നിന്നും, പക്ഷികൾ ഇവരിൽ നിന്നും, അർദ്ധികളിൽ നിന്നും, കാലത്തിൽ നിന്നും, കാലം കൊണ്ട്, സ്വസ്മാത് തന്നിൽ നിന്നും, പ്രാണനും അർത്ഥവും ഉള്ളവർക്ക് ഭയമാണെന്നത് എപ്പോഴുമുണ്ട്. ഈ ഭയത്തെ പറ്റി ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുന്ന, പ്രാണനിലും അർത്ഥത്തിലും ആഗ്രഹം വെച്ചിരിക്കുന്നവർക്ക്, അത് രണ്ടും ഉണ്ടല്ലോ എല്ലാവർക്കും. ഒന്ന് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു അത്യാവശ്യം, പ്രാണഭയം എന്ന് പറയും. പിന്നെ ധനം അത് നഷ്ടപ്പെടാനും ഉണ്ടായാലും നഷ്ടപ്പെട്ടാലും ഒക്കെ ദുഃഖമാണ്. പ്രാണനും അതുപോലെ തന്നെ. അപ്പം രണ്ടിനെയും ഒരുപോലെ നമുക്ക് കാണാം. പ്രാണനിലും ധനത്തിലും ആഗ്രഹം വച്ചിരിക്കുന്നവർക്ക് രാജാവ്, കള്ളന്മാർ, ശത്രുക്കൾ, സ്വജനങ്ങൾ, പശുക്കൾ, പക്ഷികൾ, എല്ലാം, യാചകർ, പിന്നെ കാലം, എന്തിൽ നിന്ന് തന്നെ, ശരീരം, അതിൽ നിന്ന് നമുക്ക് ഭയം ഉണ്ടാകുന്നു. ശരീരത്തിൽ എന്തെങ്കിലും കേട് വന്നാലും നമ്മൾ പിന്നെ ഭയമായി, മരിക്കുമോ എന്നുള്ള ഭയം. ശോക, മോഹ, ഭയ, ക്രോധ, രാഗ, ക്ലൈബ്യാശ്രമാദയഃ യന്മൂലാസ്യുർനൃണാം ജഹ്യാത് സ്പൃഹാം പ്രാണാർത്ഥയോർബുധഃ. വ്യക്തമായിട്ട് വായിച്ചതൊന്നും ഇതിനകത്ത് തിരുത്താനില്ല. സ്പൃഹാം പ്രാണാർത്ഥയോർബുധഃ, പ്രാണനിലും അർത്ഥത്തിലും ആഗ്രഹത്തെ, ബുധഃ എന്ന് വെച്ചാൽ ജ്ഞാനികൾ, ബുദ്ധിയുള്ളവർ, ജഹിയാത് വേണ്ടെന്ന് വെക്കണം. മനുഷ്യർക്ക് നൃണാം, എന്ത് കാരണത്തോടാണോ, എന്ത് മൂലത്തോട് കൂടിയവനായിട്ടാണ്, എന്ത് കാര്യത്തോട് കൂടിയിട്ടാണ് ശ്രമാദികൾ ഭവിക്കുന്നത്, അത് യാതൊന്ന് ധനത്തിൽ നിന്ന് മനുഷ്യർക്ക് ഉണ്ടാകുന്നുവോ ആ ധനത്തിലും പ്രാണനിലുമുള്ള ആഗ്രഹത്തെ ഒരു ബുദ്ധിയുള്ളവൻ വേണ്ടെന്ന് വയ്ക്കണം. ഇതൊക്കെ വേദാന്തമാണ്. മധുകാര മഹാസർപ്പവും രണ്ടും രണ്ടാണ്. മധുകാര അത് തേനീച്ച, മധു ശേഖരിക്കുന്നവൻ. മഹാസർപ്പവും ലോകേസ്മിന്നോ ഗുരു ഉത്തമൗ വൈരാഗ്യം പരിതോഷം ച പ്രാപ്ത യത് ശിക്ഷയാ വയം. മഹാസർപ്പവും തേനീച്ചയും ഈ ലോകത്തിൽ ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠന്മാർ ആണ് ലഭിച്ച ആ പഠിപ്പിനാൽ വൈരാഗ്യത്തെയും പരിതോഷത്തെയും പ്രാപിച്ചവരായി. അത് അവർ ഉദാഹരണമായിട്ട് കാണിക്കുന്നു. അത് പിന്നെയും പറയുന്നുണ്ട് പലയിടത്തും തേനീച്ചയുടെ കാര്യം, സർപ്പത്തിൻ്റെയൊക്കെ കാര്യം. അത് ഞങ്ങൾക്ക് സർപ്പവും ഈ തേനീച്ചയുമൊക്കെ ഞങ്ങൾക്ക് ഗുരുശ്രേഷ്ഠന്മാരുണ്ട്. അവരുടെ പ്രവൃത്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിരക്തിയും എന്തെങ്കിലും ലഭിച്ചാലുള്ള സന്തോഷവും ഞങ്ങൾക്ക് ലഭിച്ചു.
അവരെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കിയായിരുന്നു. വിരാഗ സർവകാമേഭ്യ ശിക്ഷിതോ മേ മധുവ്രതാത് കൃച്ഛ്രാപ്തം കൃച്ഛ്രാ രണ്ടും ചേർന്ന വാക്കാണ്. കൃച്ഛ്രാപ്തം കൃച്ഛ്രാപ്തം എന്ന് വായിച്ചാൽ മതിയേ, എന്ന് വെച്ച് വായിക്കണം. അത് വേറെ വായിക്കേണ്ടതല്ല. കൃച്ഛ്രാപ്തം വളരെ ബുദ്ധിമുട്ടി ലഭിച്ചത്. കൃച്ഛ്രാപ്തം മധുവദ് വിത്തം ഹത്വാപ്യന്യോ ഹരേത് പതിം. ഹത്വാ അപി അന്യോ ആ വാക്ക ഹത്വാപ്യന്യോ ഹരേത് പതിം. വിരാഗ സർവകാമേഭ്യ ശിക്ഷിതോ മേ മധുവ്രതാത് കൃച്ഛ്രാപ്തം മധുവദ് വിത്തം ഹത്വാപ്യന്യോ ഹരേത് പതിം. തേനീച്ചയിൽ നിന്നും വിരക്തി അത് ശേഖരിച്ച് വയ്ക്കുന്നുള്ളൂ. അതിനറിയാം അതൊന്നും എനിക്ക് ഉപയോഗിക്കാനല്ലെന്നത് ഇട്ടിട്ട് പോകുന്നു, കിട്ടുകയില്ല അത് കുടിക്കുകയല്ല, അത് ശേഖരിച്ച് വയ്ക്കുക. അതിനെക്കുറിച്ച് പല പ്രാവശ്യം നമുക്ക് ഇനിയും വരുന്നിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കാം. ഇനി അടുത്ത ലൈൻ. അനീഹ പരിതുഷ്ടാത്മാ യദൃച്ഛോപനതാദഹം യദൃച്ഛോപനതാദ അഹം നോ ചേച്ഛയേ ബഹു അഹാനി ഒരുപാട് ദിവസങ്ങളിൽ മഹാഹിര ഇവ സത്വവാൻ മഹാഹി എന്നാണ്. മഹാഹി വലിയൊരു സർപ്പം പോലെ. മഹാഹിർ ഇവ സത്വവാൻ അതും അജഗരത്തിൻ്റെ, അതായത് പെരുമ്പാമ്പിൻ്റെ ആ വൃത്തിയെക്കുറിച്ച് പറയാം. കിടക്കും എവിടെയെങ്കിലും കിട്ടുന്ന നാളിലും കഴിക്കും, പിന്നെ കുറേ നാളത്തേക്ക് കഴിക്കില്ല, അന്വേഷിക്കത്തുമില്ല ഭക്ഷണത്തിനെക്കുറിച്ച്. ക്വചിതൽപ്പം ക്വചിത് ഭൂരി ഭുഞ്ചന്നം സ്വാദു അസ്വാദുവ ക്വചിത് ഭൂരി ഗുണോഭേദം ഗുണഹീനമുദ ക്വചിതൽപ്പം ക്വചിത് ഭൂരി ഭുഞ്ചന്നം സ്വാദ്വസാദുവ സാദെന്ന് വായിക്കാനാണ് നമുക്കൊരു പ്രേരണ അവിടെ അല്ലേ. അസ്വാദ് എന്ന് പറഞ്ഞാൽ രുചിയില്ലാത്തത്, സ്വാദ് രുചിയുള്ളത്. അസ്വാദ് കേട്ടോ. ക്വചിതൽപ്പം ക്വചിത് ഭൂരി ഭുഞ്ചന്നം അസ്വാദു എന്ന് വായിച്ചാൽ മതി, അപ്പോൾ കിട്ടും. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് വരുന്നത്. എപ്പോൾ വായിച്ചാലും ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ ആ വാക്ക് വായിക്കുമ്പം ക്വചിതൽപ്പം ക്വചിത് ഭൂരി ഭുഞ്ചന്നം അസ്വാദുവ ക്വചിത് ഭൂരി ഗുണോഭേദം ഗുണഹീനമുദ ക്വചിത്. ഇതിനി 6 ശ്ലോകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുക. ശ്രദ്ധയോപാഹൃതം ക്വാപി കഥാചിത് മാനവർജിതം ഭുഞ്ചേ ഭുക്ത്വാഥ കസ്മിൻ ചിദ് ദിവ നക്തം യദൃച്ഛയാ. അത് പറഞ്ഞിരിക്കുന്ന സ്ഥൗല്യ കാരണം വളരെ സന്തോഷം തന്നെയാണ്. ചിലപ്പോൾ ഈ ഭക്ഷണം കിട്ടുന്നത് അജഗരവൃത്തി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറയുക. ചിലപ്പോൾ കുറച്ചേ കിട്ടുകയുള്ളൂ, ചിലപ്പോൾ അധികമായും, ചിലപ്പോൾ സ്വാദുള്ളതായും, ചിലപ്പോൾ സ്വാദില്ലാത്തതായും, അധികം ഗുണത്തോടു കൂടിയതും ഗുണമില്ലാതെയായും അതൊക്കെ ലഭിക്കുന്നത് ഭക്ഷിക്കും എന്നാണ് ആദ്യം 37ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. മറ്റേത് ശ്രദ്ധയോപാഹൃതം ക്വാപി കഥാചിൻ മാനവർജിതം ഭുഞ്ചേ ഭുക്ത്വാഥ കസ്മിൻ ചിദ്ദിവ നക്തം യദൃച്ഛയാം. ചില സ്ഥലത്ത് ചിലർ വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ഒക്കെ വിളമ്പിത്തരും, ചിലപ്പോൾ അശ്രദ്ധയോടുകൂടിയും നമ്മൾ പറയില്ലേ രാഗിക്കൊണ്ട് ഒരു കൊടുത്തോ എന്ന് വരുത്താൻ വേണ്ടി എന്തെങ്കിലും തരുന്നു, അത് തരും, അതും ഭക്ഷിക്കും. ചിലപ്പോൾ പകൽ സമയത്ത് മാത്രമായിരിക്കും ഭക്ഷണം ലഭിക്കുന്നത്, ചില സമയത്തോ രാത്രിയിലായിരിക്കും. പകൽ സമയത്ത് കിട്ടാതെ തന്നെ വരും. അതാണ് അജഗരവൃത്തി. അതിനാണ് ഈ 6 ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. ക്ഷൗമം ദുകൂലം അജിനം ചീരം വൽക്കലമേവ വസേന്യതപി സംപ്രാപ്തം ദിഷ്ടഭുക് തുഷ്ടധീർ അഹം. അത് നല്ലൊരു പ്രയോഗം, വാക്കാണ് അവിടെ നല്ലത്. ദിഷ്ടഭുക് തുഷ്ടധീരഹം. ദിഷ്ടഭുക് ദിഷ്ടഭുക്ക് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ, ഭുക്കെന്ന് പറഞ്ഞാൽ കഴിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ. അതായത് ദിഷ്ടഭുക്ക് പ്രാരബ്ധത്തെ കഴിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ. തുഷ്ടധി സന്തോഷിച്ച ബുദ്ധിവൃത്തിയോട് കൂടിയവൻ.
ശുഭ്രവസ്ത്രം, ദുകൂലം ദുകൂലം എന്ന് പറഞ്ഞാൽ പട്ട് വസ്ത്രം, അജിനം മൃഗത്തോല്, അത് മാൻതോല്, അജിനം വസേത് ധരിക്കും, കിട്ടിയതിനെ കിട്ടിയതിനെ ധരിക്കും. നമ്മളെപ്പോലെ കളർ, അതിൻ്റെ സ്റ്റഫ്, അതിൻ്റെ മേന്മ ഇതൊന്നും നോക്കുകയില്ല. ക്ഷൗമം ദുകൂലമജിനം ചീരം മൽക്കലമേവ വാ വസേന്യദപി സംപ്രാപ്തം തുഷ്ടധീരഹം. ആ പ്രാരബ്ധത്തെ അനുഭവിക്കുന്നവൻ സന്തോഷത്തോടു കൂടി എന്ത് കിട്ടിയാലും അത് ധരിക്കും. ക്വചിച്ഛയേ ധരോപസ്ഥേ തൃണപർണാശ്മ ഭസ്മസു, തൃണപർണാശ്മ അവിടെ നിന്നിട്ട് ഭസ്മസു, ക്വചിത് പ്രാസാദപര്യങ്കേ കശിപൗ വാ പരേച്ഛയാം. ചിലപ്പോൾ ചിലയിടത്ത് കിടക്കുന്നേ വെറും നിലത്ത്, ധരേതസ്തേ വെറും നിലത്ത്, ചിലർ തൃണം പുല്ല്, പർണം ഇല, പർണശാല എന്താ ഇല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിൽ, അതിനാണ് പർണശാല എന്ന് പറയുന്നത്. അശ്മ കല്ല്, ചിലർ ഇത് ഭസ്മം ചാരം, പ്രാസാദം മാളികയിൽ കിടക്കും, പര്യങ്കം കട്ടിൽ, പിന്നെ കശിപു ശയ്യ നല്ല കിടക്കയിൽ കശിപ്പു, പരേച്ഛയ അന്യരുടെ ഇഷ്ടാനുസരണം. അതായത് ശയനവും ഇതുപോലെ തന്നെയാണ്. അജകാരം ശയിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലതിൽ വെറുതെ കിടക്കും, ചിലപ്പോൾ പുല്ലിന്മേൽ കിടക്കും, ചിലപ്പോൾ ഇലയിൽ കിടക്കും, അതോ ചിലയിടത്ത് ഇലയോ ഭസ്മമോ ഉള്ള സ്ഥലത്ത് നിന്ന് കിടക്കും, ചിലപ്പോൾ അന്യർ മാളിക മുകളിൽ കട്ടിലും ശയനം തയ്യാറാക്കി അതിന്മേൽ കിടത്തും. ഇവരുടെ ഇച്ഛ അനുസരണം കിടക്കും. ക്വചിത് സ്നാതോനു ലിപ്താംഗ സുവാസാസ്രഗ്വ്യലങ്കൃത സ്രഗ്വി എന്ന് വെച്ചാൽ മാല്യം ഹാരം ധരിച്ചവർ, സൃഗ്വി മാല ധരിച്ചവൻ, സൃഗ്വി അലങ്കൃത, മാലയൊക്കെ ധരിച്ച് അലങ്കരിച്ചവനായിരിക്കും. ശോഭന വസ്ത്രത്തോടു കൂടിയവനായിരിക്കും. രഥേബ അശ്വതേര് ആന കുതിര എന്നിവയോടുകൂടിയും ചിലയിടത്ത് ദിഗ്വാസ നഗ്നനായിട്ടും, ദിഗ്വാസ എന്താ ദിഗ്വാസ എന്നാണ്, ദ്വിയില്ല ദിക്ക് വസനമായവൻ എന്ന് വെച്ചാൽ 4 ചുറ്റുപാടും വസ്ത്രമായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ ഒന്നും ധരിക്കാത്തവൻ എന്നർത്ഥം. ഗ്രഹവത് ഭൂതമെന്ന പോലെ ചാരിയെ സഞ്ചരിക്കുന്നവൻ. അങ്ങനെ എല്ലാം അറിയുന്ന ആയ പ്രഹ്ലാദനോടാണല്ലോ പറയുന്നത്. അതങ്ങനെ ഗ്രഹത്ത് വിഭോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അവിടെ. വിഭോ, ആ വിഭനാര, എല്ലാം സർവജ്ഞ അറിയാവുന്നവൻ, എല്ലാം അറിയാവുന്ന ആയ പ്രഹ്ലാദനോടാണ് പറയുന്നത്. ചില ദിക്കിൽ ചെന്നാൽ ചിലർ എന്നെ സ്നാനം ചെയ്യിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങൾക്ക് ദേഹത്തിൽ പൂശി എന്നെ അങ്ങനെ കിടത്തും. ചിലർ പിന്നെ ആന, തേരക, അലാള കുതിര എല്ലാതോടുകൂടി ഇരുത്തി സഞ്ചരിപ്പിക്കും. അപ്പോൾ സഞ്ചരിക്കും കിട്ടുവാണെങ്കിൽ. ഇല്ലേ അപ്പോഴും പരാതിയില്ല. ഇന്ന് എനിക്കതങ്ങനെ കിട്ടിയോണ്ട് നാളെ അത് കിട്ടണമെന്ന ആഗ്രഹമില്ലെന്നാണ് ചുരുക്കം. ചിലപ്പോൾ പിശാചിനെ പോലെ നന്നായിട്ട് സഞ്ചരിക്കും. ചിലപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കും, നല്ല പട്ടാമ്പരമൊക്കെ കിട്ടും, ദിവ്യവസ്ത്രങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ ഒന്നുമില്ലാതെ നടക്കും. നാഹം നിന്ദേ ന ചാസ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. മുമ്പിലത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാമേ. ക്വചി സ്നാതോ അനുലിപ്താംഗ സുവാസ സ്രഗ്വ്യലങ്കൃത രഥേ ഭാശ്ചരേത് ക്വാപി രഥേ ഇഭ അശ്വൈ എന്നാണ് വാക്ക്. രഥ ഇഭ അശ്വൈ, രഥേ ഭ അശ്വൈശ്ചരേ ക്വാപി. രഥം ആന, കുതിര, അശ്വൈ കുതിര, ഇഭം ആന, രഥത്തിൽ, ചരേ ക്വാപി. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. രഥേ ഭാ അശ്വൈശ്ചരേ, അശ്വൈ കുതിര, അതിനകത്തൊക്കെ സഞ്ചരിക്കും. ദിഗ്വാസ ഗ്രഹത് വിഭോ. അത് എല്ലാം കിട്ടിയല്ലോ വാക്കുകൾ. നാഹം നിന്ദേ ന ചസ്തൗമി സ്വഭാവ വിഷമം ജനം. സ്വഭാവ കഴിഞ്ഞൊരു ചെറിയ കോമായിട്ടു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വായും വീയും കൂടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട വായിക്കാൻ. ഏതേഷാം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. സത്കരിക്കുകയോ
ധിക്കരിക്കുകയോ ചെയ്യുന്ന ജനത്തെ ഞാൻ ഒരേപോലെ സ്തുതിക്കപ്പെടുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. എന്നെ എല്ലാവരും സ്തുതിച്ചു, അതുകൊണ്ട് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നൊന്നുമില്ല. എന്നെ ചീത്ത പറഞ്ഞു, അപ്പോഴും ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. സത്വാദി ഗുണങ്ങളുടെ പ്രേരണ നിമിത്തം അങ്ങനെ ബഹുവിധത്തിൽ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രകൃതിയാണ്, വേറൊരാളിൻ്റെ പ്രകൃതിയാണ്, അല്ലേ? അല്ലാതെ നമ്മുടെ അവനവൻ്റെ ഇഷ്ടത്തിന് മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതേ തെറ്റാണ്. അപ്പോൾ അത് അവരെയാണ് ആളുകൾ പറയുന്നത്, നമ്മളെയല്ല. നമ്മുടെ മണിച്ചേച്ചി എപ്പോഴും പറയാ അങ്ങനെ. അതൊരു മണിച്ചേച്ചിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ചില കാര്യങ്ങൾ നമ്മൾ ചില മനുഷ്യരിൽ നിന്ന് നമുക്ക് ആർജിച്ച് എന്തെങ്കിലും ഒരിക്കൽ കിട്ടിയത് ഒരിക്കലും മാറുകയില്ല. അത് നമ്മുടെ മനസ്സിൽ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കും. ആവശ്യം വരുമ്പോൾ ആ ഒരു വാക്യം, ഒരു ഗുരുവാക്യം പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അതിനെ ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാക്കുകൊണ്ട് ഒരിക്കലും എന്തോ പറഞ്ഞ കൂട്ടത്തിൽ, നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാൽ അത് അവരുടെ സംസ്കാരം, അവരത് പറഞ്ഞു, അതിനകത്ത് ഞാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന്. അത് കുടുംബത്തിലുള്ളവരുടെ ആയാലും വെളിയിലുള്ളവരുടെ ആയാലും സംസാരം നമ്മളെ താഴ്ത്തി കിട്ടിക്കൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരുന്നില്ല, ശരിയല്ലേ? പറഞ്ഞവരെ ആൾക്കാരെ എന്തൊരു സംസ്കാരമില്ലാത്ത വാക്കാണ് ആ ആൾ പറഞ്ഞത്, അല്ലെ ആ ആൾ പ്രവർത്തിച്ചത്, വായിൽ നിന്ന് വന്നത്. അതിന് ഞാൻ ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമില്ല, അത് അയാളുടെ സംസ്കാരം. അങ്ങനെ അത് ആ ആളിനെയാണ്, ആ പറഞ്ഞ ആളിനെ ബാധിക്കുകയുള്ളൂ, എന്നെ ബാധിക്കുന്നില്ല. അത് മണിച്ചേച്ചി പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സന്ദർഭത്തിൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അപ്പം ഞാനത് ഒരു പാഠമായിട്ടെടുത്തു. എപ്പോഴെങ്കിലും എനിക്കതുപോലെ ഒരു വാക്കോ എന്തെങ്കിലും ഒരു ഇത് കേൾക്കേണ്ടി വന്നാൽ ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പകുതി ദുഃഖമല്ല മനപ്രയാസം മാറും. നമുക്ക് വേറൊരാളിൻ്റെ കുഴപ്പം കൊണ്ട് വേറൊരാളിൻ്റെ നാവിൻ്റെ പിഴ നമ്മളെ എന്തിനാണ് ദുഃഖിപ്പിക്കുന്നത്? അയാളുടെ സംസ്കാരം, അയാളത് പറഞ്ഞു, അത്രയേ നമ്മളെങ്ങനെയാണോ അതേ ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ളൂ. നമ്മളെക്കുറിച്ച് വേറൊരാൾക്ക് എന്തൊക്കെ പറയാം, അത് അവർ പറഞ്ഞോട്ടെ, അത് അവരുടേതായിട്ടുള്ള കുഴപ്പമായിട്ടിരുന്നോളൂ എന്ന്. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നല്ലൊരു നമ്മുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനമുള്ളതാണ്. അതാ ഈ ആൾ പറയുന്നത്, പ്രഹ്ലാദനോട് പറയുന്ന. അതുകൊണ്ട് ഭഗവാനിൽ ഐക്യരൂപമായ ശ്രേയസ് ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വികൽപ്പം ജുഹുയാത് ചിത്തൗ താം മനസ്യർത്ഥ വിഭ്രമേ മനോവൈകാരികേ ഹുത്വ തം മായായാം ജുഹോതി അനു. അതിനെ ജുഹോതി ഹോമിക്കണം. ഏതിനെയാ? ചിത്തത്തിൽ, മനോവൃത്തിയിൽ ഹോമിക്കണം. പദാർത്ഥങ്ങളുടെ വിപരീതത്തോടു കൂടിയ വൈകാരിക സാത്വിക അഹങ്കാരത്തിലും ഹോമിച്ചിട്ട് മായയിലും ജുഹോതി, അതിനെല്ലാം ഇല്ലാതാക്കണം. ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഇല്ലാതാക്കണം. അതിനകത്ത് വാക്കുകളൊന്നും പിരിക്കാനില്ല. ആത്മാനുഭൂത താം മായാം ജുഹുയാത സത്യദൃങ്മുനി തതോ നിരീഹോ വിരമേത് സ്വാനുഭൂതി ആത്മനി സ്ഥിതഃ. ആത്മാവിൽ സ്ഥിതനായി ഇരിക്കണം. വിചാരത്താൽ അനുഭവപ്പെടുന്ന ആത്മാവിൽ ആ മായയെ ഹോമിക്കണം. ആത്മാവ് തന്നെ പരമാർത്ഥ വസ്തു, അവസാനത്തെ വസ്തു അത് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ സ്വയമേവ പ്രകാശിക്കുന്നു. എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവ് ആത്മസ്വരൂപനായിട്ട് തന്നെ ഇരിക്കണം. അതിൽ പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നുമില്ല, എല്ലാ കർമ്മങ്ങളും അടങ്ങി എന്ന് അനുഭൂതി ഉണ്ടായാൽ എല്ലാ വൃത്തികളിൽ നിന്നും നമ്മൾ വിരമിക്കണം. സ്വാത്മവൃത്തം മയേദ്ധം തേ സുഗുപ്തം അഭിവർണിതം വ്യപേതം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവത് പ്രിയ. ആത്മവൃത്തം, സ്വന്തം ആത്മചരിതം ലോകശാസ്ത്രാഭ്യാം, ലോകശാസ്ത്രങ്ങളിൽ നിന്ന് വ്യപേതം മാറിയിരിക്കുന്നതാണ്. അതുപോലെ പോകുന്നതായിരിക്കത്തില്ല. സുഗുപ്തം അത് വളരെ ഗുപ്തമായിരിക്കുന്നതാണ്, അറിയാതെ രഹസ്യമായിരിക്കുന്നതാണ് മായ. എന്നാൽ ഈ തരത്തിൽ അങ്ങയോട് ഞാൻ വിവരിച്ചു തന്നു, അങ്ങനെയൊക്കെ നന്നായി വിവരിച്ചു തന്നു. ഭഗവാനിൽ പ്രിയത്തോട് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്? അങ്ങ് ഭഗവാനിൽ ഭഗവത് പ്രിയനായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. നാരദ ഉവാച ധർമ്മം പാരമഹംസ്യം വൈ മുനേ ശ്രുത്വാ സുരേശ്വരഃ പൂജയിത്വാ തത പ്രീത ആമന്ത്ര്യ പ്രയയൗ ഗൃഹം. മുനിയിൽ നിന്ന് ആ ഹംസ രഹസ്യം, ആ ധർമ്മത്തെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞിട്ട് ശ്രവിച്ചിട്ട്
പൂജിച്ചിട്ട് സന്തുഷ്ടനായി ആ പ്രഹ്ലാദൻ, അസുരേശ്വരൻ, ഇവിടെ പറയുന്ന അസുരേശ്വരനായ പ്രഹ്ലാദൻ അവിടെ നിന്ന് ആമന്ത്ര്യ ഗൃഹം പ്രയോ യാത്ര പറഞ്ഞ് ആ തൻ്റെ സ്വഗൃഹത്തിൽ എത്തിച്ചേർന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ മിശ്രവാസനാനിരൂപണപ്രകരണേ സന്യാസിധർമ്മേ നിരൂപണം നാമ ത്രയോദശോऽധ്യായः. ഹരി ഓം.